നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഹർത്താൽ ആചരിച്ചു. ഹർത്താൽ പട്ടാമ്പി മേഖലയിൽ ജനജീവിതത്തെ ബാധിച്ചില്ല. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 52ഓളം ദളിത് സംഘടനകൾ ചേർന്നുള്ള കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല. പലയിടത്തും സംഘർഷാവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലക്കാട് ജില്ലയിൽ നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പട്ടാമ്പി മേഖലയിലും ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചില്ല. കടകമ്പോളങ്ങൾ തുറന്നു കിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും നിരത്തിലുണ്ട്. പട്ടാമ്പിയിലും സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും നിർബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുവാനോ മറ്റോ ആവശ്യപ്പെടുകയില്ലെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹർത്താൽ പട്ടാമ്പി മേഖലയിൽ ജനജീവിതത്തെ ബാധിച്ചിട്ടുമില്ല. നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, രോഹിത് വെമ്മൂല നിയമം നടപ്പിലാക്കുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. പട്ടാമ്പിയിൽ മോട്ടോർ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. മലപ്പുറം മൂർക്കനാട് സ്വദേശി 25-കാരനായ സർഫറാസാണ് പിടിയിലായത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് മോഷ്ടിച്ച കേസിലെ പ്രതിയെ പട്ടാമ്പി പോലീസ് പിടികൂടി. മലപ്പുറം മൂർക്കനാട് കുളത്തൂർ സ്വദേശി പൂക്കാട്ടുചാലിൽ സർഫറാസാണ് പിടിയിലായത്. 25 വയസ്സാണ്. ആമീർ സ്വദേശി മുഹമ്മദ് ഫാരീസിന്റെ ബൈക്കായിരുന്നു ഇയാൾ മോഷ്ടിച്ചത്. ബൈക്ക് മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഞായറാഴ്ച വൈകിട്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനം പാർക്ക് ചെയ്ത് ഉടമ തൃശൂരിലേക്ക് പോയതായിരുന്നു. പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബൈക്ക് മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. തുടർന്ന് പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണത്തിനൊടുവിൽ പ്രതിയെയും മോഷ്ടിച്ച വാഹനത്തെയും പോലീസ് കണ്ടെടുത്തു. പ്രതിക്ക് നിരവധി കേസുകൾ നിലവിലുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4 രാവിലെ 8 ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലാണ് നടക്കുക. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നിങ്ങനെ പാലക്കാട് ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. പട്ടാമ്പി, തൃത്താല നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ നടക്കും. അന്നേ ദിവസം രാവിലെ 7:30 സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. തുടർന്ന് 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റ് ബാലറ്റുകളും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളുമാണ് എണ്ണുക. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. പോസ്റ്റൽ ബാലറ്റുകൾ പൂർത്തിയായതിനു ശേഷമേ വോട്ട് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലുമാണ് വോട്ടെണ്ണൽ നടക്കുക. മൈക്രോ ഒബ്സർവർമാരുടെയും AROമാരുടെയും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിലവിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ 24 മണിക്കൂർ സുരക്ഷയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് അകത്തേക്കുള്ള മൊബൈൽ ഫോൺ പ്രവേശനം റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്നതിനായി പ്രവേശന കവാടത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കും. എല്ലാ ടേബിളുകളും മുഴുവൻ കാണത്തക്ക രീതിയിലാണ് CCTV ക്യാമറ സ്ഥാപിക്കുക. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കാൻ മീഡിയ സെന്റർ ഉൾപ്പെടെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും. ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 5 വീതം പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAT സ്ലിപ്പുകളാണ് എണ്ണുന്നത്. നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ഈ ബൂത്തുകൾ തിരഞ്ഞെടുക്കുക. വിളയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള പൈപ്പുകളിൽ വെള്ളമെത്താത്ത പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. പുതിയ കുടിവെള്ള പൈപ്പുകൾക്ക് പകരം പലയിടത്തും പഴയ കുടിവെള്ള പൈപ്പുകളിലൂടെ കുടിവെള്ളം വിതരണം ചെയ്താണ് താൽക്കാലിക പരിഹാരം കണ്ടിരിക്കുന്നത്. അടുത്ത ദിവസത്തോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമുണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒരാഴ്ചയായി വിളയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ള പൈപ്പുകളിൽ വെള്ളമെത്താത്ത പ്രശ്നമാണ് പരിഹരിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പല കുടുംബങ്ങളിലേക്കും വെള്ളം എത്തിത്തുടങ്ങി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുടിവെള്ള പൈപ്പുകളിൽ വെള്ളം എത്താത്തതിന്റെ കാരണം കണ്ടെത്താനായി ജലവിഭവത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന നടത്തി വരികയായിരുന്നു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ സ്ഥാപിച്ച പുതിയ പൈപ്പ് ലൈനിലൂടെയാണ് ഭൂരിഭാഗം പ്രദേശത്തും വെള്ളം വിതരണം ചെയ്യുന്നത്.
എന്നാൽ പലയിടത്തും ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പുതിയ പൈപ്പിന്റെ ഗുണനിലവാരമില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെളിയൂർ, കരിങ്ങനാട്, ചന്തപ്പടി, ചുണ്ടമ്പറ്റ റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ 100ഓളം കുടുംബങ്ങളിലേക്കാണ് വെള്ളം ലഭ്യമാവാതിരുന്നത്. പ്രധാനപ്പെട്ട വാൾവുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളിടങ്ങളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തി വന്നിരുന്നത്. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി ചന്തപ്പടി ഭാഗത്തെ തടസ്സം നേരിട്ട പൈപ്പ് ലൈൻ മുറിച്ചുമാറ്റി പഴയ പൈപ്പ് ലൈനിലേക്ക് കുടിവെള്ള വിതരണം മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്തത്. ചുണ്ടമ്പറ്റ റോഡ് ഭാഗത്തേക്ക് എത്തിയാൽ വീണ്ടും പുതിയ പൈപ്പ് ലൈനിലേക്ക് തന്നെ ജലവിതരണം മാറ്റിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം ലഭ്യമാവാത്ത സാഹചര്യത്തിലാണ് പഴയതും പുതിയതുമായ പൈപ്പുകളിലൂടെയുള്ള കുടിവെള്ള വിതരണം മാറ്റി സ്ഥാപിച്ച് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടിരിക്കുന്നത്. വെള്ളം ലഭ്യമാവാത്ത ഇടങ്ങളിൽ അടുത്ത ദിവസത്തോടെ പൂർണ്ണമായും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയത്. നിലവിൽ കുടിവെള്ളം ലഭ്യമാവാത്ത ഇടങ്ങളിലെല്ലാം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം നടത്തിവരുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ അറിയിച്ചു. വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർപന്തൽ. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് തണ്ണീർപന്തൽ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വേനൽ ചൂടിന് ആശ്വാസം പകരുവാൻ തണ്ണീർപന്തൽ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് തണ്ണീർപന്തൽ ആരംഭിച്ചിട്ടുള്ളത്. യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ദാഹജലം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ മുഹമ്മദ് ഷാഫി അധ്യക്ഷനായിരുന്നു. സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ സുപ്രിയ, ബാങ്ക് സെക്രട്ടറി C ജയപ്രകാശ്, മറ്റു ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കടുത്ത വേനലിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. പാലക്കാട് ജില്ലയിൽ 41.5 ഡിഗ്രിയിലേറെ ചൂടെത്തി എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ശങ്കരമംഗലത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സൂര്യാഘാതമേറ്റ് ഒരാൾ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. പാലക്കാട് ജില്ലയിൽ ഇതിനകം 3 മരണങ്ങൾ സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ വർഷവും പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർപന്തൽ ഒരുക്കാറുണ്ട്. കഠിനമായ ചൂടിന് ജനങ്ങൾക്ക് സഹായിക്കാൻ, ആശ്വാസം നൽകാൻ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന എല്ലാവർക്കും സംഭാരം നൽകിക്കൊണ്ട് ദാഹജലം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഔപചാരികമായ തുടക്കം ഇന്ന് തുടങ്ങുകയാണ്. നാളെ മറ്റന്നാളുമായി മറ്റ് ബ്രാഞ്ചുകളിൽ കൂടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ബാങ്ക് ആലോചിച്ചിട്ടുണ്ട്. ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ യാത്രക്കാരായി വരുന്ന ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തളി വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ ചാന്താട്ടം ഭക്തിസാന്ദ്രമായി. മൂത്താടികൾ ശങ്കരനാരായണന്റെ നേതൃത്വത്തിൽ പ്രസന്നൻ അടികൾ കാർമ്മികത്വം വഹിച്ചു. വിശേഷാൽ പൂജകളും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ശിവശങ്കരൻ അടികൾ, സെക്രട്ടറി അപ്പു അടികൾ എന്നിവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.